നമുക്കറിയാം ഈ കുട്ടികളൊക്കെ മുസ്ലിം കമ്മ്യൂണിറ്റിയിലുള്ളതാണ്, ലെസ്ബിയൻസ് ആണ്. ആരും അങ്ങനെ സപ്പോർട്ട് ചെയ്യില്ല, പ്രത്യേകിച്ച് മുസ്ലിം ആണ് എന്നുള്ളത് കൊണ്ട് കുറച്ചുകൂടെ സപ്പോർട്ട് കുറവാണ്. സോ കമന്റുകളൊക്കെ ഇങ്ങനെ കാണുമ്പോൾ അതിൽ പ്രത്യേകിച്ച് കാണുമ്പം ഒരു എന്താ പറയുക, ഒരു അടുപ്പം തോന്നുന്നൊരു കമന്റ് എന്ന് പറയുന്നത്, ഇങ്ങനെ ഒരു കമന്റ് ഞാൻ എപ്പോഴും ഓർക്കാറുണ്ട്. പടച്ചോനെ, ഇവർക്ക് ഇനിയും നല്ല നിലയിൽ എത്താൻ വേണ്ടിയിട്ട്, ഉയരങ്ങളിൽ എത്താൻ വേണ്ടിയിട്ട് കരുത്തും കഴിവും ഒക്കെ നൽകണേ എന്ന്. ഇത് കാണുമ്പോൾ ശരിക്കും പറഞ്ഞാൽ അത്തരത്തിലൊക്കെ ചിന്തിക്കുന്ന, എന്താ പറയാ, എത്ര നല്ല മനുഷ്യരാണ് ഈ ഒരു കമന്റ് ഇടുന്നവരായിക്കോട്ടെ, അല്ലെങ്കിൽ എത്ര നല്ല മനസ്സാണ് അവരുടേത് എന്നെനിക്ക് തോന്നാറുണ്ട്. സോ അതുകൊണ്ട് തന്നെയാണ്. പിന്നെ ഈ നെഗറ്റീവ് കമന്റ്സ് ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ നെഗറ്റീവ് കമന്റ്സ് ഇവരുടെ പേജുകളിലോ അല്ലെങ്കിൽ ഞാൻ എൻ്റെ പേജുകളിലൊന്നും ആദിലയ്ക്കോ നൂറയ്ക്കോ എതിരെയുള്ള നെഗറ്റീവ് കമന്റുകളൊന്നും കാണാറില്ല. പിന്നെ സോഷ്യൽ മീഡിയ അല്ലേ, എന്തെങ്കിലുമൊക്കെ നെഗറ്റീവ് കമന്റ്സുകളൊക്കെ വരും, ഉറപ്പായിട്ടും വരും, എവിടെയെങ്കിലുമൊക്കെ അത് കാണും. പിന്നെ നമ്മളത് കൂടുതൽ നോക്കാൻ നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ സമയമാണ് പോകുന്നത്. സോ എല്ലാവരെയും തൃപ്തിപ്പെടുത്തിക്കൊണ്ട് നമുക്ക് ജീവിക്കാനൊന്നും സാധിക്കത്തില്ല. എന്തായാലും ശരി, ജീവിതത്തിൽ ഒരുപാട് അനുഭവിച്ചവരാണ് ഈ പറയുന്ന ആദിലയും നൂറയും. അവരുടെ പ്രണയത്തിന്റെ ആ ഒരു ബന്ധം, അതിന്റെ പേരിൽ കുറെ ബന്ധുക്കളിൽ നിന്ന്, സ്വന്തക്കാരിൽ നിന്ന്, പിന്നെ അതുപോലെ തന്നെ ഈ ഒരു സൊസൈറ്റി ഇത് അറിയുന്ന സമയത്ത് അവിടെയും കുറെ നെഗറ്റീവ്സുകൾ, അങ്ങനെ ഒറ്റപ്പെടലുകളൊക്കെ ജീവിതത്തിൽ ഒരുപാട് അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്.